തിരിക്കാൻ നിൽക്കുവാണ്. നല്ല തിരക്കാണ്. ഇപ്പൊ ശനിയാഴ്ച വൈകുന്നേരം ആയതുകൊണ്ടേ ശനിയാഴ്ച ഇവിടെ എല്ലാവരും ഓഫാണ്. വീക്കെൻഡ് ശനിയാഴ്ച ശനി ഞായർ എല്ലാവരും ഓഫാണ്. ഭയങ്കര തിരക്കാണ്. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ഞായറാഴ്ച ദിവസമായിരിക്കും എല്ലാവർക്കും അവധി. ഇവിടെ എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റുകൾക്കും കാര്യങ്ങൾക്കും എല്ലാം തിങ്കളാഴ്ച ദിവസമാണ് അവധി. കാരണം ഇവർക്ക് ശനി ഞായറാണ് ഏറ്റവും കൂടുതൽ കച്ചവടം കിട്ടുന്നത്. അപ്പോൾ അതല്ല, ശനി ഞായറും കച്ചവടം കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് ഇവിടെ റെസ്റ്റോറൻറ്റ്സിനെല്ലാം കൂടുതലും. എല്ലാ റെസ്റ്റോറൻറ്റും ഇല്ല, മിക്ക റെസ്റ്റോറൻറ്റിനും ഇവിടെ തിങ്കളാഴ്ചയാണ് ഇവിടെ അവധി വരുന്നത്. കാരണം നമ്മുടെ മലയാളികളും അല്ലാത്ത ആൾക്കാർ നടത്തുന്ന എല്ലാ റെസ്റ്റോറൻറ്റിനും ഇവിടെ തിങ്കളാഴ്ചയാണ് ഓഫ് ഡേ. അവിടെ അന്ന് അവർക്ക് കൂടുതൽ കച്ചവടം കുറവായിരിക്കും. അതുകൊണ്ട് ശനി ഞായർ ഇവർക്ക് നല്ല കച്ചവടമായിരിക്കും. അതുകൊണ്ട് ശനി ഞായറും എല്ലാവരും അടിച്ചു പൊളിച്ചിട്ട് തിങ്കളാഴ്ച ജോലിക്ക് പോകുന്നതുകൊണ്ടാണ്. ഞങ്ങൾ നമുക്ക് സ്ട്രൈറ്റ് ആണോ റൈറ്റ് ആണോ? പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. നമ്മുടെ ഒരു പുതിയ വീഡിയോസ് വരുന്നുണ്ട്. ബഡ്ജറ്റ് ട്രാവൽ ടു മെൽബൺ എന്ന് പറഞ്ഞൊരു വീഡിയോസ് വരുന്നുണ്ട്. ഞാൻ ഓഫ്റ്റൻ മെൽബൺ ട്രാവൽ ചെയ്യുന്നതാണ്. നമ്മൾ മെയിൻലി പോകുന്നത് ഫ്ലൈറ്റിനായിരിക്കും. ഇപ്പൊ നമ്മൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ കാറിനായിരിക്കും പോകുന്നത്. ഫ്ലൈറ്റ് ചാർജ് ഇവിടെ ഭയങ്കര കുറവാണ്. എനിക്കൊന്ന് ഇവിടെ നിന്ന് മെൽബൺ വരെ പോകണമെന്നുണ്ടെങ്കിൽ വൺ വേ ഒക്കെ നമുക്ക് ഓഫ് സീസൺ ആണെന്നുണ്ടെങ്കിൽ ഒരു 40-45 വൺ വേ ടിക്കറ്റ്. നമ്മൾ ഉദ്ദേശിക്കുന്ന റോഡ് ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റോഡ് ട്രിപ്പിൽ സിഡ്നി ടു മെൽബൺ റോഡ് ട്രിപ്പ് വിത്ത് ബഡ്ജറ്റ് ട്രാവലാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ വ്ളോഗ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ട്രാവൽ ടു മെൽബൺ ആയിരിക്കും. അപ്പോൾ ഏറ്റവും പൈസ ചെലവിൽ നമുക്ക് എങ്ങനെ പൈസ ചുരുക്കി മെൽബൺ പോയിട്ട് നമുക്ക് എങ്ങനെ തിരിച്ച് സിഡ്നിയിൽ റോഡ് ട്രിപ്പ് മുഖേന കാറിൽ പോകണം നമുക്ക് ശരിക്കും നഷ്ടമാണ്. കാരണം നമ്മുടെ 2 പേരുടെ ടിക്കറ്റിനെയും കാട്ടി കൂടുതൽ വരും. ഇങ്ങോട്ടാ അതിൽ കൂടുതൽ വരും നമുക്ക് റൈറ്റ് കാറിൽ പോകുമ്പോഴത്തേക്കും. നമ്മുടെ ക്ഷീണവും ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ മണി. ഇവിടെ സിഡ്നി ടു മെൽബൺ എന്ന് പറഞ്ഞാൽ 900 കിലോമീറ്റേഴ്സാണ്. 900 കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് ട്രാവൽ ചെയ്യാൻ ഏകദേശം എടുക്കുന്ന അവേഴ്സ് മിനിമം 12 അവേഴ്സ് നമുക്ക് എടുക്കാം. ഇടയ്ക്ക് റെസ്റ്റ് ഒക്കെ എടുത്ത് പോകണമെങ്കിൽ അതിൽ ബൈ കാറാണ്. ബൈ ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1 മണിക്കൂർ താഴെ 1 to 1.5 hours ആണ് മെൽബൺ ബൈ ഫ്ലൈറ്റ് വരുന്നത്. അതിവിടെ ചീപ്പായിട്ടുള്ള ഫ്ലൈറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. ടൈഗർ എയർ, ജെറ്റ് സ്റ്റാർ എന്നൊക്കെ പറയുന്ന ഒത്തിരി ഫ്ലൈറ്റ് ഉണ്ട്. അതെല്ലാം അവൈലബിൾ ആണ്. ടൈഗർ എയർ ഒക്കെ പറഞ്ഞാൽ വളരെ ചീപ്പാണ്. അപ്പോൾ ഗൈസ് നമ്മൾ മക്ഡൊണാൾഡ്സിൻ്റെ ഡ്രൈവ് ത്രൂവിൽ കയറുകയാണ്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയിൽ ഹോങ്കോങ് എന്ന് പറയുന്ന സ്ഥലത്താണ്. മക്ഡൊണാൾഡ്സിൻ്റെ ഡ്രൈവ് ത്രൂവിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു. ഇപ്പം നമ്മളിവിടെ നിർത്തുവാണ്. ഈ മിഷൻ ഒന്ന് കാണിക്കും. ഇവിടെ ഇവിടെയാണ് നമ്മുടെ ഡ്രൈവ് ത്രൂ സംഭവം. ഇതിനകത്ത് നമ്മളിങ്ങനെ പറയണം. ഇപ്പം ഇവർ നമ്മളോട് ചോദിക്കും ഇപ്പം എന്താ വേണ്ടത്, എന്നാ വേണ്ടേ. Can I get $1 chips? One of those? Yeah, $1 chips, that's it. Yeah, no, just $1, thank you. All good, thank you. അപ്പോൾ നമ്മൾ അവിടെ ഓർഡർ ചെയ്തു. അവരെന്താ വേണമെന്ന് ചോദിച്ചു, ഓർഡർ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇനി പേയ്മെൻറ്റ് കൊടുക്കണം, പൈസ കൊടുക്കാനായിട്ട് നമ്മൾ നേരെ അടുത്ത കൗണ്ടറിലെത്തി. അടുത്ത കൗണ്ടറിൽ നമ്മൾ ഇനി പൈസ കൊടുക്കണം. നമ്മൾ എത്രയാണെന്നുള്ള കാര്യം പറയും. നമുക്കിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണ് മേടിച്ചേക്കുന്നത് $1. അപ്പം നമ്മൾ കാർഡ് കൊടുത്തു. അവൻ ആ കാർഡ് അതിലേക്ക് ടാപ്പ് ചെയ്ത് നമ്മുടെ പേയ്മെന്റ് കാർഡിൽ നിന്ന് ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ കാർഡിൽ ഈ കൗണ്ടറിന് അടുത്ത പിക്കപ്പ് കൗണ്ടറിലെത്തി. പിക്കപ്പ് കൗണ്ടറിലെത്തിയപ്പോൾ ആ പേയ്മെന്റ് ഇവിടെ ഓൾറെഡി അപ്രൂവ് ആയി കഴിയുമ്പോൾ തന്നെ ഇവർ നമുക്ക് സാധനം എടുത്ത് അപ്പോഴേ തരും. ഇതാണ് ഇവിടെ ഈ മക്ഡൊണാൾഡ്സിന്റെ അവിടെ അകത്ത് സ്റ്റാഫ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സെക്ഷനിൽ നിന്നാണ് നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞ് ഈ സെക്ഷനിൽ നിന്നാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ ബാക്കിലുള്ള വണ്ടി പൈസ അടച്ചു കഴിഞ്ഞ് നമ്മുടെ പുറകെ വന്നിട്ടുണ്ട്. നമ്മൾ ലൈനിൽ കിടക്കുക സൈഡിലൊക്കെ യൂസൊക്കെ ഉണ്ട്. അത് വണ്ടി ബസ്സൊക്കെ പോയിക്കൊണ്ടിരിക്കണം. അവർ നമുക്കുള്ള പ്രൈസ് റെഡിയായി. നമ്മൾ അവിടെ നിന്ന് പൈസ കൊടുത്തുകൊണ്ട് ഇവിടെ വരുമെന്ന്. താങ്ക് യു. പ്രൈസ് കിട്ടി, നമുക്ക് സാധനം കിട്ടി. അവളതിനകത്ത് വീഡിയോക്കകത്ത് ഹായ് കാണിച്ചു തരുന്നുണ്ടായിരുന്നു.